ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു മോട്ടോഹോളിക് 390. എന്നെ കാണുന്നുണ്ടോ അവിടെ നിങ്ങൾക്ക്? നമ്മളിപ്പോൾ ശ്രീനഗറിലാണ്. ഈ വീട്ടിലാണ് നമ്മൾ മറ്റേ സീനുകളൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മളെ സേഫായിട്ട് കാത്തുരക്ഷിച്ചൊരു പുള്ളിക്കാരൻ മുകളിലുണ്ട്. ഓക്കെ, അതൊരു ഗസ്റ്റ് ഹൗസാണ്. ഗസ്റ്റ് ഹൗസ് അല്ല, മീൻസ് ഹോം സ്റ്റേ പോലെ സെറ്റപ്പാണ്. അപ്പോൾ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ ഇവിടെ ആയിരുന്നു. നമ്മളെല്ലാ കാര്യങ്ങളും നോക്കിയതൊക്കെ പുള്ളിക്കാരനാണ്. ഓക്കെ, അപ്പോൾ നമ്മളിവിടുന്ന് ഇന്ന് ഇറങ്ങുകയാണ്. പ്രശ്നങ്ങളൊക്കെ ഇപ്പോഴും ഉണ്ട്, എന്നാലും നമ്മൾ ഇവിടുന്ന് ഇറങ്ങിയിട്ട് ഇവിടെ ലോക്കാണ്. ഇവിടെ ഒന്നും ചെയ്യാനില്ല വേറെ. ഡാലിലേക്ക് അല്ലാണ്ട് പിന്നെ വേറെ ഒന്നും പോകാനൊന്നുമില്ല മെയിനായിട്ട്. അപ്പോൾ ഇവിടുന്ന് ഇറങ്ങിയിട്ട് നമ്മൾ നേരെ സോനാമാർഗ്. ഓക്കെ, സോനാമാർഗിലേക്കുള്ള കാഴ്ചകൾ കാണാം ഗൈസ്. ABS വാണിംഗ് ലൈറ്റ് കത്തിയെടുക്കണല്ലോ പടച്ചോനെ. പോയി, ഞാൻ ടെൻഷനായി. വാ, നമ്മൾ ഇവിടുന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങാണ് ഗൈസ്. ഒരു ഗല്ലിയുടെ ഉള്ളിലോട്ടാ, ദാൽ ലേക്കിൻ്റെ തൊട്ട ഫ്രണ്ട് ബാഗ്. നമ്മൾ നേരെ പോയി കയറണത് ദാൽ ലേക്കിൻ്റെ ഫ്രണ്ടിലേക്കാ. മനസ്സിലായ? അങ്ങനത്തെ ഒരു സ്ഥലമാണെന്ന്. നൈസ് സ്ഥലം കേട്ടാ. ഇവിടെ വേറെ സീനുകളൊന്നും ഉണ്ടാകുന്നില്ല. പുള്ളിക്കാരുടെ ഇവിടുത്തെ ലോക്കലായതുകൊണ്ട് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ ID കാർഡൊക്കെ എപ്പോഴും കയ്യിൽ വെക്കണമെന്ന് മാത്രം. അങ്ങനെ ഇന്നലെ മിനിഞ്ഞാന്ന് ഇവിടെ സ്ട്രൈക്കായിരുന്നു. ഇന്നും സ്ട്രൈക്കിൻ്റെതായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. ഇവിടുത്തെ ലോക്കൽസൊക്കെ സ്ട്രൈക്ക് എടുത്തേക്കാണ്. അങ്ങനെ ഇതേ കാണുന്നുണ്ടോ ലെഫ്റ്റ് സൈഡിൽ ഷിക്കാരാസ്. അയാൾക്കൊന്നും അങ്ങോട്ട് ഒതുക്കി നിർത്തിക്കൂടെ പണ്ടാറടങ്ങാൻ? ലെഫ്റ്റ് ഫുള്ള് ഷിക്കാരാസ് കേട്ടോ. ഈ കാണുന്ന ദാൽ ലേക്കിൻ്റെ ഒരു ഭാഗമാണ് കേട്ടോ. നമ്മളിവിടെ മാപ്പ് ഇട്ട് നോക്കിയാ നമ്മളിനി സോനാമാർഗിലേക്ക് നമ്മുടെ കുട്ടാവിയോട്ടം രാവിലെ തന്നെ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. പുള്ളിക്കാരൻ മൊത്തം ഇവിടുന്ന് സോനാമാർഗിലേക്ക് 80 ചില്ലറ കിലോമീറ്റർ ഉണ്ട്. പുള്ളിക്കാരൊരു 7 മണിയാകുമ്പോൾ തന്നെ പുള്ളിക്കാർ ഇവിടുന്ന് ഇറങ്ങിയിട്ടുണ്ട്. സോ ഒരു 40 കിലോമീറ്റർ 50 കിലോമീറ്റർ ആൾ കവർ ചെയ്തിട്ടുണ്ടാവും. നമ്മളിത് സമയം ഏകദേശം ഒരു 11 മണിക്ക് ആയിട്ടുണ്ട്. 10 മണി 10:30 ആയിട്ടുണ്ട്. നമ്മൾ ഇവിടുന്ന് ഇറങ്ങിയിട്ടുണ്ട്. എന്നാകെ 2 മണിക്കൂർ വേണ്ടോ? ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി റോട്ടിൽ കയറിയിട്ടുള്ള കാഴ്ചകളിലോട്ട് കിടക്കാം. അതിന് മുന്നേ ഞാൻ ഈ ശ്രീനഗറിലെ സിറ്റുവേഷനുകളൊക്കെ കാണിച്ചു തരാം. അതേ റൈറ്റ് സൈഡിലൊക്കെ നോക്കി ഗണ്ണൊക്കെ പിടിച്ചിട്ട് ഒരാളല്ല കേട്ടോ, ഒരുപാട് പേരുണ്ട് ഇവിടെ. ഫുൾ സെക്യൂരിറ്റി, ഹൈ സെക്യൂരിറ്റിയാണ് ഇപ്പോൾ ഇവിടെ നിലവിൽ. ഞങ്ങളെ മിനിഞ്ഞാന്ന് പിടിച്ചു, ഇന്നലെ പിടിച്ചു. പിന്നെ നമ്മൾ ഇങ്ങനെ മല്ലൂസാണ് ഫ്രണ്ടിൽ എഴുതി വെച്ചിട്ടുണ്ടല്ലോ, കേരള ടു കാശ്മീർ. അതുകൊണ്ട് വലിയ സീനില്ല. പിന്നെ ID കാർഡ് എപ്പോഴും കയ്യിലുണ്ടാവണം, അത്രേ ഉള്ളൂ. ഇന്നലെ ഇവിടെ ഒക്കെ ഫുള്ള് പോലീസ് നടന്നില്ല. പോലീസല്ല, മറ്റേ സെൻട്രൽ പോലീസ് നടന്നു. എങ്ങടാ? സെൻട്രൽ റിസർവ് പോലീസിൽ CRPF അതൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അതുപോലെ കുറേ ആക്ഷൻ ഫോഴ്സ്, ടൈഗർ ഫോഴ്സ്, കുറേ ഫോഴ്സുകൾ നടന്നു ഇവിടെ ഫുള്ള്. നമ്മളിപ്പോൾ ശ്രീനഗർ സിറ്റി എല്ലാം വിട്ട് കെട്ടൊക്കെ നോക്കി പെഡൻ്റെ ഒരു ഫോട്ടോ മറ്റേ റാപ്റ്റർ കിറ്റ് കയറ്റിയിട്ട് അപ്പോൾ നമ്മളിത് സിറ്റി വിട്ടു നേരെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. നേരെ മുമ്പിൽ എന്താ കാണണമെന്ന് നോക്കി, ക്യാമറയിൽ വിസിബിൾ ആണോ നോക്കി അറിയാൻ പാടില്ല കൈസ്. ഫുള്ള് സ്നോ മല കേട്ടോ, മറ്റേ മഞ്ഞുമല കേട്ടാ കാണണേ ഫുള്ള്. അയ്യോ, നമ്മളിപ്പോൾ പോണ റൂട്ടിലാണ് ഈ പെഹൽഗാം. സോനാമാർഗിൻ്റെ തൊട്ടടുത്താണ് ഈ പെഹൽഗാം. അവിടെയാണ് ഈ അറ്റാക്കലൊക്കെ ഉണ്ടായിട്ടുള്ളത്. എന്തായാലും നമുക്ക് പോയി നോക്കാം. ഇപ്പം നിലവിൽ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല എന്നാണ് അറിയാൻ സാധിച്ചത്. നമ്മളുടെ അടുത്ത് കുറേ ആൾക്കാർ കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ കുഞ്ചുവിൻ്റെ കണക്ഷനായാലും കുട്ടാബിയുടെ കണക്ഷനിലായാലും നമ്മുടെ കണക്ഷനിലായാലും എല്ലാവരും കുറേ കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവിടെ പോലീസുകാരും CRPF ഒക്കെ ആയിട്ട് നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരൊക്കെ അവരൊക്കെ പറഞ്ഞു തന്നത് ഇപ്പം നിലവിൽ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, നമുക്ക് പോകാൻ സാധിക്കും എന്നൊക്കെയാണ്. അപ്പം അതിൻ്റെ ഒരു പുറത്താണ് നമ്മൾ ഇറങ്ങിയത് കേട്ടോ. ഓക്കെ, സംഭവം 2 ദിവസം ഞങ്ങൾ തീർന്നിട്ട് ഞാൻ കഴിഞ്ഞു കൂടിയത് അതിൻ്റെ ഉള്ളിൽ. കാരണം അതുപോലത്തെ ഒരു ബാഡ് സിറ്റുവേഷൻ ആയിരുന്നു. പക്ഷേ ഇപ്പം നിലവിൽ വലിയ സീനുകളൊന്നുമില്ല. ഫുൾ ഹൈ സെക്യൂരിറ്റി ആട്ടോ ഇവിടെ ഫുള്ള്. എല്ലാവരും പെട്ടപ്പൻ ഗണ്ണുണ്ട് കൈസ്. ഗണ്ണെന്നൊക്കെ പറഞ്ഞുണ്ടല്ലോ, തീത്തുപ്പി ഐറ്റം. അതുപോലത്തെ കൺസേൺ വരെ
മണ്ടയ്ക്ക് അത് കണ്ടേ മല കയറാൻ വാ മല കയറാൻ വാ മലയുടെ ഫുള്ളെല്ലാവരും സീൻ ഡ്രൈവിംഗ് ആണ് ഗൈസ്. അപ്പോൾ സോനമർഗിൽ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും, ക്ലിയർ ആവും പോകാൻ പറ്റുമോ ഇല്ലേ, എങ്ങനെയാണ് അവസ്ഥകൾ, സിറ്റുവേഷനൊക്കെ എന്താണ്. ബാഡ് സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഫ്രണ്ടിലേക്ക് കയറാൻ നിൽക്കില്ല കേട്ടോ, ഞങ്ങൾ നൈസായിട്ട് തിരിക്കും. കാരണം അതുപോലെ റിസ്ക് ആണ് ഗൈസ്. മറുപണിക്ക് തിരുപണി എന്ന് പറയുന്ന പോലെ സിറ്റുവേഷനാണ് ആക്ച്വലി ഇവിടെ നടന്നുകൊണ്ടിരിക്കണേ. ഇങ്ങനൊരു സംഭവം ഉണ്ടായി, അത് സ്പോട്ടിൽ തന്നെ നമ്മൾ ഇന്ത്യൻ ആർമി കൊടുത്തിട്ടുണ്ട്. പക്ഷേ എൻ്റെ പേടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളൊന്ന് ആലോചിക്കണം, ഇത്രയും വർഷമായിട്ട്, അതായത് ഏകദേശം മറ്റായിട്ട് കഴിഞ്ഞിട്ട് ഇത്രയും വർഷം കഴിഞ്ഞിട്ടാണ് അവർ ഇങ്ങനൊരു പണി ചെയ്യണത്. ഇങ്ങനൊരു പണി ചെയ്യാനുള്ള കാരണം എനിക്കറിയില്ല. പക്ഷേ ഇങ്ങനൊരു കാര്യം ചെയ്യുമ്പോൾ അത് ചെയ്തിട്ടുള്ള എൻ്റെ ഭീകരത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ടൂറിസ്റ്റുകളെയാണ് ഇവർ അറ്റാക്ക് ചെയ്തത്. മിലിറ്ററിക്കാർ അങ്ങനെയുള്ള ഒഫീഷ്യൽ ഓഫീസേഴ്സിനൊന്നുമല്ല, ടൂറിസ്റ്റുകളെ. അത്രയും ധൈര്യത്തോടു കൂടി അവർ ഇന്ത്യയിൽ കയറി വന്നിട്ട് ടൂറിസ്റ്റുകളെ അറ്റാക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവരുടെ കയ്യിൽ വേറെ എന്തോ സംഭവം ഉണ്ട്. അല്ലാണ്ട് ഇത്രയും ധൈര്യത്തിൽ അവർ ചെയ്യില്ല. മറുപടി നമ്മൾ കൊടുത്തിട്ടുണ്ടെങ്കിലും അതിന് ഇനിയൊരു തിരുപണി വരുമോ എന്നുള്ള അറിയില്ല. അങ്ങനെയാണെങ്കിൽ എല്ലാവരും ടോക്കൊക്കെ വരണത്. സോ റിസ്ക് എടുക്കാൻ നിൽക്കണ്ട. നമ്മുടെ വണ്ടി വേണമെങ്കിൽ ഫ്ലാഗ് ഒക്കെ വെച്ചിട്ട് മറ്റേ മൂട് പിടിച്ചിട്ട് പോയിടണേ. അപ്പോൾ എല്ലാവരും പറഞ്ഞ് റിസ്ക് എടുക്കാൻ നിൽക്കണ്ട, വള്ളി പിടിക്കാൻ നിൽക്കണ്ട. എന്തെങ്കിലും ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല, ഒന്നും കാര്യമില്ല. ഉണ്ടായി കഴിഞ്ഞിട്ട് പിന്നെ അയ്യോടാ അങ്ങോട്ട് പോകേണ്ടിടുന്നില്ലടാ, അത് കാരണമാണ് അങ്ങനെ ഉണ്ടായിരുന്നോണ്ട് ഒരു കാര്യമില്ല. ജീവൻ പോയിട്ടൊരു കാര്യമില്ലല്ലോ. വീട്ടിൽ കാത്തിരിക്കാൻ ഒരുപാട് പേരുണ്ടേ. അപ്പോൾ ഈ സംഭവം ഇനിയായാലും നമുക്ക് അടിക്കാൻ പറ്റും ഏതിലാ ലഡാക്ക്. പക്ഷെ ഇതുവരെ വന്നത് നമ്മളിത് അടിക്കാൻ വേണ്ടിയിട്ടാണ് കഴിച്ചത്. എത്ര കാലത്ത് സ്വപ്നമാണെന്ന് അറിയോ ലഡാക്ക് എന്നൊക്കെ പറയണത്. അത് നമ്മളിവിടെ കറക്റ്റ് എത്തി, ഇങ്ങനൊരു സിറ്റുവേഷൻ ക്രിയേറ്റ് ആയി. വളരെ എനിക്കെന്താ പറയുക, വിഷമമുണ്ട്, കരയണമെന്നുണ്ട്, സങ്കടമുണ്ട്, എല്ലാം ഉണ്ട് ഗൈസ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, എത്രയോ വർഷത്തെ കാത്തിരിപ്പാണ് ഇങ്ങനൊരു റൈഡ്. അങ്ങനെ റൈഡ് നമ്മൾ ഇത്രയും ദൂരം വണ്ടി ഓടിച്ച് വന്നിട്ട് നമുക്ക് നമ്മുടെ വേൾഡ് മോട്ടറബിൾ ഹയസ്റ്റ് പാസ് ആയിട്ടുള്ള അവിടേക്ക് പോകണം. അതുപോലെ ഉംലിംഗില, റോത്താം പാസ്, എല്ലാം അടിക്കണം വലിയ ആഗ്രഹമാണ് ഗൈസ്. അതെല്ലാം ഇപ്പോൾ വെള്ളത്തിൽ വരച്ച വര പോലത്തെ സിറ്റുവേഷനിലാണ് നിൽക്കണേ. അറിയില്ല, ഞങ്ങൾ മാക്സിമം ട്രൈ ചെയ്യും. മാക്സിമം കയറാൻ പറ്റിയൊരു പഴുതുണ്ടെന്നുണ്ടെങ്കിൽ ഞങ്ങൾ കയറി അത് അടിച്ചിട്ടേ വരുള്ളൂ. പക്ഷേ എങ്ങനെയാണ് സിറ്റുവേഷൻസ് ഒന്നും അറിയില്ല. എന്തായാലും നോക്കണം. സങ്കടമുണ്ട്. എന്നാലും അപ്പം അന്നിൻ്റെ മക്കളുടെ കാര്യങ്ങളേ ഒന്നും അറിയാത്ത കുറേ പാവങ്ങൾ, അത് മതത്തിൻ്റെ ഒക്കെ പേരിൽ ആകെ ഒരൊറ്റ ജീവിതമുള്ള കുറച്ചങ്ങോട്ട് ദിവസങ്ങളുള്ള മനുഷ്യന് ഒരു ഭൂമിയിൽ. അതിൻ്റെ പകുതി ആയുസ് ഇപ്പം തന്നെ കയ്യുണ്ടാവും. എന്നാലും ടീംസ് ഇങ്ങനത്തെ ഓരോ വള്ളികളൊക്കെ എന്തിട്ടും മതം, എല്ലാവരും മനുഷ്യന്മാരല്ലേ. മതം മാന്തളും കോണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എന്നിട്ട് ആ മതത്തിന്റെ പേരില് ഓരോരുത്തരെ കൊല്ലുക, ഇത് തേങ്ങ മാങ്ങ. ബുദ്ധിയില്ല, എഡ്യൂക്കേറ്റഡ് അല്ല കുറെ മലർമാര്. പഠിക്കൂല, പഠിക്കാൻ വിട്ട കാലത്ത് ചൊറിയും കുത്തിയിട്ട് മയില് നടന്നിട്ട് ഇങ്ങനത്തെ ഓരോ കൊളാണ്ടർ ഒപ്പിക്കും. മതം എന്തുട്ടും മതസ്റ്റാ, വി ആർ ഹോൾ ഹ്യൂമൻസ്, അത്രേ ഉള്ളൂ. അല്ലാണ്ട് എന്തുട്ടും മതം, മനുഷ്യന്മാരുണ്ടാക്കിയതുള്ള ഈ മതമൊക്കെ ഒരു കഥല്ല. അതിൻ്റെ പേരിൽ മതം വേണം, ഇറ്റ്സ് ഓക്കെ, റിലീജിയൻസ് ഒക്കെ ബെസ്റ്റ്, നല്ലതാണ്. പക്ഷെ അതിൻ്റെ പേരിൽ ഉണ്ടാവുന്ന പ്രശ്നങ്ങളാണ് വളരെ മോശം. എഡ്യൂക്കേറ്റഡ് അല്ല എന്ന് ഞാൻ പറയുള്ളൂ. അല്ലെങ്കിൽ പഠിച്ചത് എന്തുട്ടാ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ. ഈ മതത്തിൻ്റെ പേരിൽ ഇപ്പോഴും ഇങ്ങനെ പ്രശ്നം ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അവർ ഇതുവരെ പഠിച്ച പഠിപ്പെല്ലാം വെറുതെ വേസ്റ്റ് എന്ന് ഞാൻ പറയുള്ളൂ ഗൈസ്. എന്തുട്ട് എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആരെങ്കിലും അതിൻ്റെ പിന്നെ ഇങ്ങനെ നടക്കുമോ? മതം കോണം. നമുക്ക് ആ ടോപ്പിക്ക് വിടാം ഗൈസ്. നമ്മളിപ്പോൾ സോനമർഗ് ഹെഡ് ചെയ്തുകൊണ്ടിരിക്കുന്നു. സോനമർഗ് റൂട്ടിൽ നമ്മൾ കയറിയിട്ടുണ്ട്. നമ്മുടെ കുട്ടാപ്പിച്ചിയുടെ ഫ്രണ്ടിൽ പോയിട്ടുണ്ട്. ആൾ ഓൾമോസ്റ്റ് ഞാൻ പറഞ്ഞ പോലെ 40 കിലോമീറ്റർ കവർ ചെയ്തിട്ടുണ്ട്. നമുക്ക് പോകണമെങ്കിൽ ആളെ കാണാൻ പറ്റും. ഓക്കെ, എല്ലാ കോപ്സിൻ്റെയും ഗൺസ് ഉണ്ട് കേട്ടോ, ജങ്കാർ ഗണ്ണുകൾ. പിന്നെ എല്ലാ കിറക്കന്മാരും ആരെ ഡൗട്ട് അടിച്ചവരൊക്കെ അരിച്ചു പറക്കുന്നുണ്ട് കേട്ടോ. ID കാർഡ് ആയാലും അവരുടെ ലഗേജസ് ആയാലും എല്ലാം ഡൗട്ട് തോന്നി അവർ അരിച്ചു പറക്കും കഴിച്ചു. ഏതാ സാധനം നോക്കിയാൽ JK പോലീസിൻ്റെ വണ്ടി നോക്കിയേ, കാണുമ്പോൾ തന്നെ ഒരു കൗതുകട്ട വണ്ടി. കണ്ട സാധനം പണ്ടത്തെ നമ്മൾ
റിമോട്ട് കാഴ്ചയൊക്കെ മറ്റേ ബെഡാ സാധനം കണ്ടിട്ടില്ലേ, അതുപോലത്തെ ഒരു സാധനം കേട്ടോ, വലുത്. ലെഫ്റ്റിലൊക്കെ കിടക്കാൻ നിൽക്കുന്നുണ്ടാ ആർമി ഗണ്ണ് കണ്ട പുള്ളിക്കാരൻ്റെ വെടിയുണ്ട സാധനം ഇഷ്ടമാണ്. മറ്റേ ലാലേട്ടൻ പറയണ പോലെ താൻ മറ്റേ ഡബിൾ ബാരലെടുത്ത് പൊക്കി മറ്റേ എയിം ചെയ്ത് ഷൂട്ട് ചെയ്യണം നേരമൊന്നും എനിക്ക് കണ്ട. ഞാൻ നോക്കി ഇങ്ങനെ പട്ട 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 പട്ടാന്ന് വെച്ചാൽ പൊട്ടിക്കുന്ന പറയില്ലേ, അതുപോലത്തെ സാധനങ്ങളാണ് കഴിച്ച് ഇവരെല്ലാവരുടെയും കയ്യിലിരിക്കണേ. എന്തൊരു കൺസ് എന്ന് പറയാ. ഇപ്പം ഞാനാണ് പബ്ജി കളിക്കാത്ത പറഞ്ഞത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഗണ്ണുകളുടെ പേരൊക്കെ പറഞ്ഞു തന്നെ. എനിക്ക് ഇഷ്ടമല്ല പബ്ജി. പക്ഷെ എൻ്റെ മക്കളെ എന്തിട്ട് കാണണം നോക്കി നിങ്ങൾ. അവിടെ ഇവിടെ 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 മൊത്തം സ്നോ ആട്ടാ, ഫുൾ എല്ലാം എൻ്റെ മുകളിൽ സ്നോ ആണ് ഗൈസ്. നമുക്ക് ഈ വീടുകാരൊക്കെ ഒരു രസമല്ലേ, ഭാഗ്യല്ലേ, ഭാഗ്യമാണോ. നോക്കിയേ മോളിക്ക് ഏതാ രസം, ഏതാ വ്യൂ ഇല്ലേ അവിടുത്തെ വീടുകളിൽ നിന്നൊക്കെ. നമ്മൾ നൈസായിട്ടേ ഫുഡ് കഴിക്കാൻ വേണ്ടി സ്പോട്ടിൽ നിർത്തി കഴിച്ചു. സ്പോട്ടിൽ നിർത്തിയപ്പോഴാണെങ്കിലോ സ്പോട്ട് അതിമനോഹരം. കാണിച്ചു തരാവേ. ആ ഞാൻ കാണിച്ചു തരാം കേട്ടോ. സ്പോട്ട് അതിമനോഹരം. അവിടെ നോൺ അവൈലബിൾ ആണല്ലോ, പക്ഷെ സ്പോട്ടാണ് മക്കളെ വേറെ ലെവല്. നിങ്ങൾ നോക്കിയേ റിവർ റാഫ്റ്റിംഗ് നടക്കുന്നുണ്ട് ഇവിടെ. സ്പോട്ടൊന്ന് നോക്കിയേ, ഏതാ മൂട് നോക്കിയേ. എൻ്റെ മക്കളെ ഏതാ സീൻ, ഏതാ മൂടില്ലേ. അതെന്ത് സംഭവം, ആ കേബിളുമ്മൊക്കെ ഒരു തരം ബോൾ തൂങ്ങിയിറക്കണേ, അറിയില്ല കേട്ടോ. ഈ സ്പോട്ട് പൊളിച്ചു കേട്ടോ. ഇവിടെ ഇങ്ങനെ ഇരുന്ന് നമുക്ക് നേരെ നല്ല വ്യൂ ഒക്കെ കണ്ട് ഫുഡൊക്കെ കഴിക്കാം കേട്ടോ. കിഡിലൻ ഫോർ സ്പോട്ട്. ഓ ആരെ ആരെ റൊമാൻറ്റിക് വൈബൊക്കെ വരുന്ന സ്പോട്ടാട്ടാ. കല്യാണം കഴിഞ്ഞിട്ട് ഫാമിലി ആയിട്ടൊക്കെ വരുമ്പോൾ നമുക്ക് ഇവിടെ കയറാം മക്കളെ. പക്ഷെ എൻ്റെ മോനെ അത് വെള്ളത്തിൻ്റെ ഒരു കളർ നോക്കി നിങ്ങൾ നല്ല രസമുണ്ട് കാണാൻ കേട്ടോ. അവിടെ റിവർ റാഫ്റ്റിംഗ് നടക്കുന്നുണ്ട് കണ്ടോ. അവിടെ നിന്ന് നമുക്ക് റാഫ്റ്റ് ചെയ്ത് ഇങ്ങനെ പോവാം. പക്ഷേ ഞങ്ങൾ രണ്ടുപേരുള്ളൂ, രണ്ടുപേരായിട്ട് റിവർ റാഫ്റ്റിംഗ് ഷോക്കായിരിക്കും. ഒരു 4-5-6 പേര് വേണം, അപ്പോൾ കറക്റ്റായിരിക്കും. രണ്ടുപേരായിട്ട് റിവർ റാഫ്റ്റിംഗ് നടത്തുക എന്നാണ് എൻ്റെ ഒരു അറിവ് കേട്ടോ. കാരണം ബാലൻസ്ഡ് ആവില്ല. മാക്സിമം ഒരു 4 പേരോ 6 പേരോ എന്തോ വേണം, അപ്പോൾ മാത്രമേ കറക്റ്റായിട്ട് നമുക്ക് റിവർ റാഫ്റ്റിംഗ് നടത്താൻ പറ്റുള്ളൂ. പിന്നെ അത് മാത്രമല്ല അത്യാവശ്യം നല്ല കോസ്റ്റ്ലിയാണ് റിവർ റാഫ്റ്റിംഗ്. അപ്പോൾ 6 പേരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിരിക്കും ഗൈസ്. ഓക്കെ, ഈ ഒരു സ്പോട്ട് അടിപൊളി കേട്ടോ. കൊഹിനൂർ ധാബ. നിങ്ങൾ ശ്രീനഗറിൽ നിന്ന് സോനമർഗിക്കോ ലഹിക്കോ ലഡാക്ക് ഏത് തൊട്ട് പോയാലും ഈ വഴിയാണ് എന്തായാലും പാസ് ചെയ്യാൻ എനിക്ക് തോന്നണേ. സോ കൊഹിനൂർ ധാബ നോക്കിയേ, റിവറിനോട് ചേർന്നിട്ട് നല്ല വ്യൂ ഒക്കെ ആയിട്ട്. സ്പോട്ട് എങ്ങനെയുണ്ട് കുഞ്ചിപ്പേട്ട സ്പോട്ടില്ലേ? അല്ല അല്ലേ, ഇനി നമുക്ക് ഫുഡൊക്കെ കഴിച്ച് ഇറങ്ങുമ്പോൾ കാണാം ഗൈസ്. നമ്മളിപ്പോൾ ഇവിടുന്ന് ഫുഡൊക്കെ കഴിച്ച് ഇറങ്ങാൻ നിൽക്കുകയാണുണ്ടോ. നല്ല ഫുഡും കാര്യങ്ങളൊക്കെ ആയിരുന്നു, ടേസ്റ്റി ഫുഡൊക്കെ ആയിരുന്നു, വേറെ സീനുകളൊന്നുമില്ല അല്ലേ. ഫുഡ് അടിപൊളിയായിരുന്നില്ലേ, ക്വാണ്ടിറ്റിയും കുഴപ്പമില്ല, അത്യാവശ്യം നല്ല ടേസ്റ്റി ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഇറങ്ങാണ്. നമ്മുടെ വണ്ടിയിട്ട് കോലം നോക്കി ഗൈസ്. അയ്യോ, കാണുമ്പോൾ തന്നെ എനിക്ക് വിഷമമാണ്. അമ്മ അതിൽ ചെളി പിടിയാണ്. കാണിച്ചുതരാം നോക്കിയേ നിങ്ങൾ. ഷോ ഡാർക്ക്. ഇവിടെയൊക്കെ നോക്കിയേ, ഇവിടെയൊക്കെ നോക്കിയേ, ഫുള്ള് സീനാണ്. ഒന്ന് വണ്ടി കഴുകണം ഗൈസ്, ഇങ്ങനെ കാണുമ്പോൾ ഒരു സുഖമില്ല. നമുക്ക് ഇവിടുന്ന് ഇറങ്ങാം, പോവാ. കൊഹിനൂർ ധാബ എന്നാണ് ഈ ധാബയുടെ പേര്. അത്യാവശ്യം നല്ല ടേസ്റ്റി ഫുഡൊക്കെയാണ്. നിങ്ങളാരും വരികയാണെങ്കിൽ ട്രൈ ചെയ്തോ. ലെറ്റ്സ് ഗോ.
അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. നോക്കി ഈ പാലൊക്കെ നോക്കി, റൈറ്റ് സൈഡിൽ വേണം നോക്കി മഞ്ഞുമല മുടേഷ്. ഈ പാലം നോക്കി വേറെ മുടയുള്ളേ. വെള്ളത്തിൻ്റെ കളർ നോക്കി ഗൈസ്, പച്ച കളർ വെള്ളം. അപ്പുറത്തെ റിവർ റാഫ്റ്റിംഗ് ഒക്കെ നടക്കുന്നുണ്ട് കേട്ടോ. ആ മലയാളം മുകളിലൊക്കെ ഉണ്ടോ ഇങ്ങനെ സ്നോ ഇങ്ങനെ ഒലിച്ചൊലിച്ച് വരുന്നേ. ഒലിച്ച് മീൻസ് ഇങ്ങനെ വന്ന് സ്നോഫോളുമായിട്ട് ഇങ്ങനെ വന്ന് കിടക്കുക കേട്ടോ. ഫുള്ള് റൈറ്റും ലെഫ്റ്റും എല്ലായിടത്തും സ്നോ ആണ് ഗൈസ്. അയ്യോ എന്ത് രസമാണല്ലോ ഈ വാലിയൊക്കെ. ഭംഗി നോക്കിയേ, കാശ്മീർ വേറെ ഭംഗി തന്നെയാണല്ലോ, ഒരു രക്ഷയില്ല ഗൈസ്. ഒരുതരം സ്വപ്നലോകം എന്നൊക്കെ പറയണ പോലത്തെ ഒരു സ്ഥലമാണ് ഗൈസ്. എന്ത് രസമുണ്ടോ അവിടുത്തെ സ്ഥലങ്ങൾ മൊത്തം. മുകളിലാണെങ്കിൽ ഫുള്ള് വൈറ്റ് കളറിലുള്ള ഹിൽസും, താഴെ ഫുള്ള് പച്ചപ്പ് പിരിച്ച പോലെ പച്ചപ്പ് പിരിച്ച പാടും. പാടല്ല, കൃഷി, ചെറിയ കൾട്ടിവേഷൻ, വെജിറ്റബിൾ കൾട്ടിവേഷനൊക്കെയാണോ അത്. എന്ത് രസമാണല്ലോ, ചെറിയ ചെറിയ നല്ല കളർഫുൾ വീടുകളും. മൂട് മൂടേ. നല്ല തണവടിച്ചു തുടങ്ങിട്ടാ. പിന്നെ ഇവിടെ PM ആയി കഴിഞ്ഞാൽ ക്ലൈമറ്റ് മാറുന്നത് പറയാൻ പറ്റില്ല ഗൈസ്, നമുക്ക് പ്രൊഡിക്ട് ചെയ്യാൻ പറ്റില്ല. അതുപോലത്തെ സീനാ. PM ആയി കഴിഞ്ഞാൽ എന്ത് വേണമെങ്കിലും നടക്കാം. സ്നോഫോൾ ഉണ്ടാവാം, റെയിൻ വരാം, തണവ് അതിഭീകരമാവാം, ഒന്നും പറയാൻ പറ്റില്ല. AM സമയം ഓക്കെയാ, നല്ല വെയിലൊക്കെ ഉണ്ടാവും. ഒരു 11 മണി 12 മണി വരെ ഓക്കെയാ. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് സ്വഭാവം അങ്ങോട്ട് മാറും ഗൈസ്. ഒരിക്കലും നമുക്കത് പ്രൊഡിക്റ്റ് ചെയ്ത് പോകാൻ പറ്റില്ല. ഏതായാലും രസമുണ്ടല്ലോ ഉണ്ണി കാണാൻ. ഒരു കുഞ്ഞുണ്ണിരിക്കുന്നുണ്ട് ഗൈസ് ആ കാറില്. നല്ല 2 സൈഡും കവളൊക്കെ ഇങ്ങനെ ചുവന്നിരിക്കണ്. ഒരു ക്യൂട്ട് ബേബി, മറ്റേ ഡോളിനെ പോലെ ഇരിക്കണ്. മേഘമൊക്കെ നോക്കി ഒരുമാതിരി ക്രീം നിൽക്കണ പോലെ, നല്ല ബ്ലൂ സ്കൈയും വൈറ്റ് ക്രീം പോലത്തെ മേഘങ്ങളും. ഓ ഏതാ ഭംഗി നോക്കി കുഞ്ചോ സീന്. ഞങ്ങൾ വരുന്ന വഴിക്ക് നല്ലൊരു പാലം കണ്ടു ഗൈസ്, കുഞ്ഞൊരു പാലം. എന്നാൽ അതിൽ കൂടെ വണ്ടി ഓടിക്കാൻ കഴിയും എന്നാണ് ഞാൻ വിചാരിക്കണത്. നമുക്കൊന്ന് പോയി നോക്കാം. ഇതേ കണ്ടോ, ലെഫ്റ്റിൽ കണ്ടോ കുഞ്ഞു പാലം. അവിടെ നിന്ന് വണ്ടി ഇങ്ങോട്ട് കയറി വരുന്നുണ്ടായിരുന്നു. നമുക്ക് വെറുതെ ഒന്ന് അങ്ങോട്ട് പോയി നോക്കാം. ദേ ചെറിയൊരു പാലമാണ് കേട്ടോ. ഒന്നേ കാണുമ്പോൾ തന്നെ പേടിയാണുള്ള. ഓ ഇത് ഫുള്ളായിട്ട് ഒഴുകുമ്പോൾ ഇതിൽ കൂടെ പോകുന്ന നല്ല രസമായിരിക്കും ഗൈസ്. അയ്യോ സംഭവം അത്ര വലുതൊന്നല്ല, ചെറുതാണ്. പക്ഷെ നോക്കി വെള്ളത്തിൻ്റെ കളർ നോക്കി ഗൈസ്, നല്ല രസമുണ്ട് കേട്ടോ കാണാൻ. ABS ഞാൻ ജസ്റ്റ് ഇങ്ങനെ കണ്ടപ്പോൾ ഇങ്ങോട്ട് കയറിയെന്നുള്ളൂ കേട്ടോ. അല്ലാണ്ട് ഇവിടെ പ്രത്യേകിച്ചൊന്നും ഉണ്ടായിട്ട് കയറിയതല്ല. ഇത് കണ്ടപ്പോൾ ഇതിൽ കൂടെ ഓടിക്കാൻ വേണ്ടിയിട്ടൊരു ആഗ്രഹം, അങ്ങനെ കയറിയതാ. ആഹാ നോക്കിയേ, റൈറ്റും ലെഫ്റ്റൊക്കെ ഏതാ വ്യൂ നോക്കിയേ, വളരെ രസമുണ്ടല്ലേ. വെള്ളത്തിൻ്റെ കളർ എന്താണല്ലോ ഇങ്ങനെ ആവാൻ കാരണം, നല്ല രസമുള്ള കളറാണ് ഗൈസ്. അമ്മേ ഓ ഇതിന് താഴ്ത്തു പോയിട്ടോ. കമ്പിക്കൊന്നും വലിയ പേരില്ല ഇവിടെ. ഓക്കെ ഇത് വലിയ സ്ട്രോങ് അല്ല ഗൈസ്. എന്ത് ഭംഗിയില്ല കാണാൻ. സംഭവം ഫുൾ ഫ്ലോയിൽ ഒഴുകുമ്പോൾ നല്ല രസമായിരിക്കും കേട്ടോ. മഞ്ഞുമലയൊക്കെ കാണണമെങ്കിൽ അവിടെയൊക്കെ ഫുള്ള് സ്നോ ഹിൽസ്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് പോവാ. അതെ അവിടെയൊക്കെ താഴത്തേക്ക് ആൾക്കാരുണ്ട് കേട്ടോ. എനിക്ക് തോന്നുന്നേ വെള്ളം കുറയുമ്പോൾ ഒരു ഇതിൽ നിന്നൊക്കെ കല്ലും കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ട് തോന്നുന്നു, ടിപ്പർ ഓടുന്നിട്ടേ. നമുക്ക് പോവാം. നമ്മളത് ആ കുഞ്ഞിയ പാലത്തിൻ്റെ അവിടെ നിന്ന് ഇറങ്ങുകയാണ് ഗൈസ്. ഈ വെള്ളമൊക്കെ മേത്തായോണ്ടല്ലോ
ചാവുക നല്ലത്. ആ ഇരട്ടിയക്കാരെ ഇപ്പം ഒന്ന് കുളിപ്പിക്കുന്നുണ്ട്. അണ്ണാ പ്ലീസ്. ആ ഭാഗ്യം. ഇവിടുന്നോടെ എത്രയും വെള്ളം തന്നെ. CRPF വണ്ടി എടുക്കണമെങ്കിൽ റൈറ്റ് സൈഡിൽ മണ്ട സാധനം കേട്ടോ. വണ്ടി മാത്രമല്ല കേട്ടോ, അവരെല്ലാവരും ഉണ്ട് ഇവിടെ. കുറേ ഫോഴ്സ് ഉണ്ട് ഇവിടെ. റൈറ്റും ലെഫ്റ്റും ഒക്കെ ഫോഴ്സാണ് കണ്ടോ. ഇവരെ ഗണ്ണൊക്കെ നോക്കി എന്ത് സീൻ കണ്ണാ നോക്കിയേ. ഇവിടെ 2 ഗണ്ണൊക്കെ ഏൽപ്പിച്ചിറങ്ങണേ. നമ്മുടെ മറ്റേ കലാഷ്നിക്കാവൊക്കെ ഇല്ലേ, അതുപോലത്തെ സാധനം കൈസ്. നമ്മളങ്ങനെ നമ്മുടെ കുട്ടാപ്പ് ചേട്ടനെ കണ്ടുമുട്ടിയിരിക്കുകയാണ് കൈസ്. പെട്ടക്കന്നെയാട്ടാ, പെട്ടക്കന്നെയാ. ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ സൈക്ലിസ്റ്റ് ബ്രോ, പുള്ളിക്കാരൻ്റെ എത്താറായിട്ട് 10-25 കിലോമീറ്റർ ഉള്ളൂ. ഇപ്പല്ലാട്ടോ, ആളെ സമ്മതിക്കണം കൈസ്. നമ്മളൊക്കെ നോക്കി ആക്സിലേറ്റർ തിരിച്ചാൽ മതി, നമ്മളെ ബോഡി അങ്ങോട്ട് മൂവ് ആയിക്കോളും. പക്ഷെ ആളുടെ ബോഡി വർക്ക് ചെയ്താലേ വണ്ടി മൂവ് ആവുള്ള മക്കളെ. അതൊരു വേറെ തന്നെ സീനാട്ടാ. ഡൈ ഹാർഡ് സൈക്ലിസ്റ്റ്. കുറച്ചാണ്ട് കയറിയിട്ട് നിൽക്കാം. ഓക്കെ. പുള്ളിക്കാരൻ ഈ മെല്ലെ മൂവി സൈക്കിൾ ഓടിയിട്ട് മുകളിലേക്ക് എത്തണം കേട്ടോ. നമുക്ക് കുറച്ച് കയറിയിട്ട് അങ്ങോട്ട് നിൽക്കാം, ആളെ വെയിറ്റ് ചെയ്ത് നിൽക്കാം. എന്തായാലും നമ്മൾ ഒരുമിച്ച് സോന നമുക്ക് ഹെഡ് ചെയ്യാന്നുള്ളൊരു മൂടാ. പിന്നെ എന്തായാലും ഒരുമിച്ചായിരിക്കും സ്റ്റേ. ഓക്കെ ഓക്കെ. ഈശ്വര, ഇനി ഇവിടുന്ന് ഫുള്ള് കയറ്റണല്ലോ. പാവം കിട്ടാവും ചേട്ടൻ. ടാസ്ക്. ഓയ്യോ വ്യൂ നോക്കിയേ, സീന്. അയ്യോ, ഈ വീട്ടിൽ നിന്നുള്ള വ്യൂ ഒക്കെ അതിമനോഹരമായിരിക്കും കൈസ്, അതിമനോഹരമായിരിക്കും. ഇന്റർനാഷണൽ ഹോം സ്റ്റേ ഇത് രസമായിരിക്കും അറിയാം. ബാക്കിൽ നിന്നുള്ള വ്യൂ, ആ റൂമിൽ നിന്നുള്ള വ്യൂ ഒക്കെ കിടുക്കാച്ചിരിക്കും. റൈറ്റ് സൈഡിലെ വില്ലേജുകളിലൊക്കെ ഒരു വ്യൂ നോക്കി ഗൈസ്, സീന്. എന്ത് ഭംഗിയാണല്ലോ കാണാൻ. ചെറിയ ചെറിയ വീടുകൾ എന്തോരം നോക്കി. മൊത്തം അങ്ങറ്റം വരെ കിടക്കാനുണ്ടോ ആ പഴവക്കത്ത് ഫുള്ള് വീടുകൾ. അയ്യോ, താഴത്തൊക്കെ നോക്കിയൊരു ഗ്രൗണ്ടൊക്കെ ആയിട്ട് കുറേ ഹോഴ്സൊക്കെ ഉണ്ട് അവിടെ. എന്ത് ഭംഗിയാണല്ലോ കാണാൻ. സ്ഥലങ്ങളൊക്കെ എന്ത് ഭംഗിയാണ് ഗൈസ് കാണാൻ. ഒരു രക്ഷയില്ല. നമ്മളിങ്ങനെ നോക്കി നിന്നു, എത്ര കണ്ടാലും മതിയാവില്ല എന്നല്ല. എത്ര നോക്കി നിന്നാലും നമുക്കത് മതിയാവില്ല. മോളിൽ നിന്നൊക്കെ നോക്കി ഐസ് ഉരുക്കിയിട്ട് ഇങ്ങനെ വെള്ളം വരുന്നുണ്ടോ ഫുള്ള്. എന്തോരാണല്ലോ ഐസല്ല എന്നിട്ടാ മഞ്ഞുമല. മൊത്തം മഞ്ഞുമല കേട്ടോ. അത് ഫുള്ള് മഞ്ഞുമലയാണ് കൈസ്. അങ്ങറ്റം വരെ ഇങ്ങറ്റം വരെ ഫുള്ള് മഞ്ഞുമലയാണ് കൈസ്. എന്ത് ഭംഗിയല്ലേ. കുറച്ചും കൂടി മൂവായിട്ട് ബസ് സ്റ്റോപ്പിൽ അങ്ങനെ ഇരിക്കാം. അപ്പോൾ ഈ കുട്ടാപ്പി ചേട്ടൻ അങ്ങോട്ട് എത്തും. ഇതേപോലെ CRPF വണ്ടി, നമ്മുടെ പഴയ മറ്റേ SC ലോറി പോലത്തെ ലോറിയില്ലേ, ടിപ്പർ, അതിൻ്റെ ഫുള്ളി കവേർഡ് സാധനം. അടുത്ത മിലിറ്ററിക്കാരുടെ വണ്ടി ഫുള്ള് സെക്യൂരിറ്റി ഉണ്ട് ഇവിടെ. ഈ പ്രശ്നം നടന്നതിന് ശേഷം ഫുള്ള് ഹൈ അലേർട്ടാണ് ഇവരെല്ലാവരും. ടാറ്റയുടെ പെട്ട സാധനം കേട്ടോ 4x4. സുഹൃത്തുക്കളെ, കാണുന്ന കാഴ്ചകൾ നോക്കി നിങ്ങൾ. പക്ഷെ എന്ത് ഭംഗിയാണല്ലേ. അങ്ങറ്റം തൊട്ട് അങ്ങറ്റം വരെ മഞ്ഞുമല കേട്ടോ.
കല്ലൊക്കെ നിങ്ങൾ നോക്കിയേ, ഇതിങ്ങനെ നിറച്ചു പോലെ. ഇതിൻ്റെ അടിയിലായിട്ട് നമ്മൾ പോണേ. കുറച്ച് നേരം ഈ ബസ് സ്റ്റോപ്പിൽ റെസ്റ്റ് എടുക്കാം. ടബ് ചേട്ടനെ വെയിറ്റ് ചെയ്യാം. ഓക്കെ, നല്ല മഞ്ഞുമലയൊക്കെ കണ്ട് റെസ്റ്റ് ചെയ്യാം. കുട്ടാപ്പി ചേട്ടൻ നമ്മുടെ അടുത്ത് എത്തിയിട്ടാ. പക്ഷേ ഞാൻ ഒന്ന് ചവിട്ടി നോക്കിയതാ കൈസ്, പണിയാട്ടാ. സൈക്കിൾ ഔട്ടി നീങ്ങാൻ പറഞ്ഞ സീനാ. കുട്ടാപ്പി ചേട്ടൻ നമ്മുടെ അടുത്ത് എത്തിയിട്ടുണ്ട് കൈസ്. ഞാൻ നമ്മൾ ഒരുമിച്ച് സോനാമർഗിലേക്ക് പോകണല്ലേ. ഓപ്പറോന്റെ ബാറ്ററി ഒക്കെ ഒരുമാതിരി വെള്ളത്തിൽ വരച്ച വര പോലെയാണ് തീരുന്നത് കൈസ്. ഡും ഡും എന്ന് പറഞ്ഞാണ് തീരണേ. കുട്ടാപ്പി ചേട്ടൻ അപ്പം നമ്മളൊരു സെറ്റപ്പ് കൂടെ ചെയ്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ സോനാമർഗ് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ചേട്ടൻ്റെ സൈക്കിളിന് ചെറിയൊരു വീൽ ബെയറിങ്ങിൻ്റെ ചെറിയൊരു സീൻ കിട്ടി. അപ്പോൾ ഇനിയിപ്പോൾ ശ്രീനഗറിൽ തിരിച്ചു പോയിട്ട് വേണമെന്ന് റെഡിയാക്കാനായിട്ട്. അപ്പോൾ ഞങ്ങൾ ഇവിടെ ഒരു റൂമിൻ്റെ കേസിൽ ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ക്ലൈമറ്റ് ആണെന്നുണ്ടെങ്കിൽ വളരെ ബാഡ് വെതറാണ് ഗൈസ്. സോ അതേ ചേട്ടനിരിക്കണം, അത് കുഞ്ചിരിക്കുന്നു. നമ്മുടെ വണ്ടിയുടെ താഴത്തുണ്ട്. അപ്പോൾ സൈക്കിളിൻ്റെ ബാക്ക് വീൽ ബെയറിങ്ങിൻ്റെ ചെറിയ ഇഷ്യൂ ആണ്. അപ്പോൾ നമ്മളിവിടെ ഒരു റൂം സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ആൾ ഭയങ്കര റേറ്റൊക്കെ പറയണേ. സോ നമ്മൾ ആളായിട്ട് ബാർഗെയിൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. ഇന്ന് സോനമർഗ് പിടിക്കാൻ പറ്റില്ല. നാളെ ഇവിടെ സൈക്കിൾ റെഡി ആക്കിയിട്ട് വേണം നാളെ രാവിലെ ഹെഡ് ചെയ്യാനായിട്ട്. ഓക്കെ, ഇവിടെ റൂം സെറ്റ് ചെയ്തിട്ടുണ്ടല്ലോ ഈ ബ്രോ. താങ്ക് യു ഫോർ ഹെൽപ്പ്. അപ്പോൾ പുള്ളിക്കാരൻ നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് റൂം സെറ്റ് ചെയ്യുന്നുണ്ട്. ഇത് നോക്കി 3 സ്റ്റാർ റിസോർട്ടാണ്. നമുക്ക് നോക്കി വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. 4000-5000 പെർ റൂം റേറ്റ്. നമുക്ക് വളരെ ലോ ആയിട്ട് സെറ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. ഈ ഒരു പ്രശ്നത്തിന് നിങ്ങൾ അറിയണം കേട്ടോ. നമ്മൾ ഇനി പ്ലാൻ ഇവിടെ നിന്ന് ഇപ്പോൾ സൈക്കിളിൻ്റെ വീൽ ഊരിയിട്ട് ബൈക്ക് മോണ്ടായിട്ട് ബെൻഡ് തീർക്കാം. അയ്യോ, ഇതേ മഴ പെയ്യണു ഗൈസ്, പണി. ഓക്കെ, ഞങ്ങൾ വണ്ടി കയറ്റി കേട്ടെ, സേഫ് ആക്കട്ടെ. ഓക്കെ.